ഹായ് എവരിവൺ. അപ്പോൾ എല്ലാവർക്കും എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കോൾറാഷസ് ലോ ആണ്. കോൾറാഷസ് ലോ പറയുമ്പോഴത്തേക്കും അത് നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടൊരു കൺസെപ്റ്റാണ്. അപ്പം കോൾറാഷസ് ലോ എന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്നൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് കോൾറാഷസ് ലോ നമുക്ക് നോക്കാം. കോൾറാഷസ് ലോ സോ ഇത് ഞാൻ പറഞ്ഞു ഇലക്ട്രോ കെമിസ്ട്രി റിലേറ്റഡ് ആയുള്ള കോൺസെപ്റ്റ് ആണ്. സോ നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കുമ്പോൾ നമ്മൾ പല ഇത് പഠിച്ചിട്ടുണ്ട്, അതായത് മോളാർ കണ്ടക്ടിവിറ്റി, അതുപോലെ പല കണ്ടക്ടിവിറ്റീസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ അതിനകത്ത് വരുന്ന സ്പെസിഫിക് കണ്ടക്ടിവിറ്റി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതിനകത്ത് വരുന്ന അതായത് ഈ ഒരു ഇൻഫിനിറ്റ് ഡയലൂഷനിലുള്ള മോളാർ കണ്ടക്ടിവിറ്റിയെ നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ അയോൺസിൻ്റെ ഇതായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതാണ് യൂഷ്വലി അല്ലെങ്കിൽ മോസ്റ്റ്ലി നമ്മുടെ കോൾറാഷസ് ലോ പറയുന്നത്. അതായത് ഇൻഫിനിറ്റ് ഡയലൂഷൻസിൽ ഉള്ള ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് അല്ലെ അതിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി നമുക്ക് എങ്ങനെ എഴുതാം, ഇൻഡിവിജ്വൽ ഓരോ ആറ്റത്തിൻ്റെ ഇതായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. സിമ്പിളായിട്ടൊരു കേസ് പറയുകയാണെങ്കിൽ ഏറ്റവും സിമ്പിൾ, ഇപ്പം എ ബി എന്നൊരു മോളിക്യൂൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ എ ബി എന്നൊരു മോളിക്യൂൾ ഉണ്ട്. സോ എ ബി എന്നൊരു മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഡിസോസിയേറ്റ് ചെയ്യുമ്പോഴാണെങ്കിൽ അത് നമുക്ക് എ പ്ലസ് അല്ലെങ്കിൽ ബി മൈനസ് എന്നൊരു സംഭവം ഉണ്ടാകും. ഓക്കെ, അതൊരു അയനോട് ഒരു ഇത് ഉണ്ടാകുന്നു, രണ്ട് അയൺസ്. സോ ഇതിൻ്റെ എന്താണ് നമ്മൾ കാണുന്നത്, ഇൻഫിനിറ്റ് ഡയലൂഷൻസിലുള്ള ആ ഒരു ഇതാണ് നമ്മൾ കോൾറാഷസ് ലോയിൽ പറയുന്നത്. സോ ഇവിടെ പറയുവാണെങ്കിൽ ലാംഡ എം അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ഇൻഡിവിജ്വൽ ഓരോന്നിൻ്റെ ഇതാണെന്ന് ഞാൻ പറഞ്ഞത്. സോ ഇൻഡിവിജ്വൽ ഓരോന്ന് പറയുമ്പോൾ ലാംഡ ഇൻഫിനിറ്റി അറ്റ് ഇൻഫിനിറ്റ് വോളിയം ഓഫ് എ പ്ലസ് ലാംഡ ഇൻഫിനിറ്റി ഓഫ് ബി മൈനസ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ കോൾറാഷസ് ലോയെ പറ്റി പറയുന്നത്. സോ അതായത് ഇതിൻ്റെ ഓരോന്നിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇതിനെയാണ് പറയുന്നത്. ഇപ്പോൾ എ ബി, ഇതിപ്പം ജസ്റ്റ് ഒരു സിമ്പിൾ കേസാണ് എ ബി എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് അത് പല മോളിക്യൂൾസിൻ്റെ കേസിൽ പറയാം. ഇപ്പം കൺസിഡർ ഫോർ ഇത് യൂഷ്വലി പറയുന്നത് സോഫ്റ്റ് സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ്, അതുപോലെ വീക്ക് ആസിഡ് വീക്ക് ബേസ്, ഇതിനെല്ലാം നമ്മൾ പറയാറുണ്ട്. സോ ഇതിനിപ്പോൾ നമുക്ക് സപ്പോസ് ഇപ്പോൾ കൺസിഡർ HCl. HCl നോക്കുവാണെങ്കിൽ ഒരു സ്ട്രോങ് ആസിഡ് ആണ് അല്ലേ. സോ സ്ട്രോങ് ആസിഡ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഡിസോസിയേറ്റ് ചെയ്യുന്നത് HCl ഡിസോസിയേറ്റ് ചെയ്യുന്നത് H പ്ലസും അതുപോലെ എന്താണ് Cl മൈനസും ആയിട്ടാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം, സിമ്പിൾ കേസാണ്. സോ ആ ഒരു കേസ് വരുമ്പോഴത്തേക്കും നമുക്ക് നോക്കേണ്ടത് ലാംഡ ഇൻഫിനിറ്റി അറ്റ് എം ഇവിടെ HCl ആണ്, ഏത് മോളിക്യൂളാണ്. സോ ഈസ് ഈക്വൽ ടു ലാംഡ ഇൻഫിനിറ്റി ഓഫ് എന്ത് H പ്ലസ് ലാംഡ ഇൻഫിനിറ്റി ഓഫ് Cl മൈനസ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്ത് എഴുതുന്നത്. ഓക്കെ, അതായത് ഓരോ ഇൻഡിവിജ്വൽ ഇതിൻ്റെയും വെച്ച് നമ്മൾ എഴുതി. ഇതിപ്പോൾ HCl സിമ്പിൾ കേസാണ് പറയുന്നത്. അതുപോലെ തന്നെ വേറെ നമുക്ക് ഇപ്പം കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇപ്പം കാൽഷ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ ഇപ്പം സെക്കൻഡ് ഗ്രൂപ്പ് വരുന്നതാണ് മഗ്നീഷ്യം ക്ലോറൈഡ്. മഗ്നീഷ്യം ക്ലോറൈഡ് നമുക്ക് എങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യാം? മഗ്നീഷ്യം ക്ലോറൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും മഗ്നീഷ്യം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ Mg2+ അതുപോലെ 2Cl മൈനസും ആണ് നമുക്ക് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ വരുന്നത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെ ബാലൻസ്ഡ് ഇക്വേഷൻ ആണെന്ന് കണ്ടറിയാം. സോ ഇതിൻ്റെ ഒരു മോളാർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇൻഫിനിറ്റ് ഡയലൂഷൻ ഉള്ള ഇത് നമ്മൾ എങ്ങനെ കാണുമെന്ന് ചോദിച്ചാൽ ലാംഡ സീറോ ഓഫ് ലാംഡ സീറോ എന്ന് കൺസിഡർ ചെയ്യാം. നിങ്ങൾക്ക് അത് MgCl2 ഈസ് ഈക്വൽ ടു എന്ന് ഓരോ ഇൻഡിവിജ്വൽ ഇതിൻ്റെ, അതായത് ലാംഡ സീറോ ഓഫ് Mg2 പ്ലസ് 2 ഇൻറ്റു ലാംഡ സീറോ ഓഫ് എന്ത് Cl മൈനസ്. ഓക്കെ, കാരണം ഈ 2 ആണ് സ്റ്റോയിക്കോമെട്രിക് കോഎഫിഷ്യൻ്റ് ആണ്, ക്ലോറിൻ്റെ സ്റ്റോയിക്കോമെട്രിക് കോഎഫിഷ്യൻ്റ് ആണ് 2 വരുന്നത്. സോ ആ ഒരു 2 ഇവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കണം, എന്നാലും നമുക്ക് അതിന് ആൻസർ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ബാലൻസിങ് എന്താണെന്ന് അല്ലെങ്കിൽ ഒരു ബേസിക് ഐഡിയ ബാലൻസിങ് പറ്റും. ഇപ്പം ഇത് ചെറിയ മോളിക്യൂൾസ് ആണ്, ഇപ്പം ഇത്ര എളുപ്പമുള്ളൂ. ഇപ്പം ചില ഹയർ മോളിക്യൂൾസ് ഒക്കെ റിയാക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബാലൻസ് ചെയ്യാനൊക്കെ ഇച്ചിരി പാടാണ്. സോ ബാലൻസിങ്ങിനെ പറ്റി ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റിയുള്ള ഒരു ഇത് ബേസിക് ഐഡിയ കിട്ടും. ഓക്കെ, അതാണ് ജസ്റ്റ് ഒരു ബേസിക് എക്സാമ്പിൾ പറയുന്നത്. ഇനിയിപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ, അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും
ആപ്ലിക്കേഷൻ. സോ ഫസ്റ്റ് ആപ്ലിക്കേഷൻ നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ ഒക്കെ കേസിൽ നമുക്ക് അതിൻ്റെ ഇൻഫിനിറ്റ് ഡയലൂഷനിലുള്ള ആ ഒരു മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതായത് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം, വീക്ക് ഇലക്ട്രോലൈറ്റും സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുമ്പം സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൽ നമുക്ക് സ്ട്രോങ് ആസിഡ് അല്ലെങ്കിൽ സ്ട്രോങ് ബേസ് വരാം. അതുപോലെ വീക്കിനകത്ത് എന്താണ് വീക്ക് ആസിഡ് അല്ലെങ്കിൽ വീക്ക് ബേസ്. വേറൊരു ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ ഫുള്ളി ഡിസോസിയേറ്റ് ആയിട്ട് നിൽക്കത്തില്ല. അതായത് പാർഷ്യൽ ഡിസോസിയേഷൻ മാത്രമേ അത് ഇപ്പോൾ മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ വരത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അസറ്റിക് ആസിഡ് ഒരു വീക്ക് ആസിഡാണ്, അത് വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അല്ലെങ്കിൽ അമോണിയം ഹൈഡ്രോക്സൈഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്, വീക്ക് ബേസ് ആണ്. സോ അതെല്ലാം ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഒരു പാർഷ്യൽ ഡിസോസിയേഷൻ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ NaOH അല്ലെങ്കിൽ HCl അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് അങ്ങനത്തെ പല ഇത് കാണുവാണെങ്കിൽ അതെല്ലാം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആണ്. സോ ദേ വിൽ ഫുള്ളി ഡിസോസിയേറ്റ് ടു ഗീവ് ദ പർട്ടിക്കുലർ അയോൺസ്. ഓക്കെ, സോ ആപ്ലിക്കേഷൻ ഫസ്റ്റ് നമ്മുടെ ഇൻഫിനിറ്റ് ഡയലൂഷനുള്ള ഇപ്പം അൺനോൺ ആയിട്ടുള്ള ഒരു വീക്ക് ബേസിൻ്റെ ഇൻഫിനിറ്റ് ഡയലൂഷനുള്ള മോളാർ കണ്ടക്ടിവിറ്റി കാണുന്നു, അതാണ്. ഓക്കെ, to find molar conductivity. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മോളാർ കണ്ടക്ടിവിറ്റി വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കാണാൻ നോക്കാം. സോ അതിനൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇപ്പം അസറ്റിക് ആസിഡ് കൺസിഡർ ചെയ്യാം. സോ അസറ്റിക് ആസിഡ് ഒരു വീക്ക് ആസിഡ് ആണ്, എല്ലാവർക്കും അറിയാം അല്ലേ. സോ അതിൻ്റെ നോക്കുവാണെങ്കിൽ അസറ്റിക് ആസിഡ് CH3COOH ആണ് അസറ്റിക് ആസിഡ്. സോ അസറ്റിക് ആസിഡ് ഞാൻ പറഞ്ഞ ഫുള്ളി ഡിസോസിയേറ്റ് ചെയ്യുന്ന ഒരു ആസിഡ് അല്ല. സോ ഇതിനെ നമ്മൾ ഒരു വേറൊരു സോൾട്ട് ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. സോ പൊട്ടാസ്യം ക്ലോറൈഡ് വെച്ചൊരു റിയാക്ട് ചെയ്യുന്നു. സോ ഇതിനെ നമ്മൾ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത് CH3CO- H+, അതായത് അസറ്റേറ്റ് അയോൺസും H+ അയോൺസും ആണ് നമ്മൾ തരുന്നത്. സോ നമ്മൾ ഇതിനെ നമ്മൾ പിന്നെ ഒരു പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഇത് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് CH3COK വരും. സോ പൊട്ടാസ്യം അതായത് CH3COOK, അതായത് പൊട്ടാസ്യം അസറ്റേറ്റും അതുപോലെ എന്താണ് അടുത്ത റിയാക്ഷനിൽ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ പൊട്ടാസ്യം അസറ്റേറ്റിനെ നമ്മൾ HCl വെച്ച് റിയാക്ട് ചെയ്യുന്നു. ഓക്കെ, HCl ഒരു ആസിഡാണ്. സോ പൊട്ടാസ്യം അസറ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഒരു വീക്ക് ബേസ് ആണ്. സോ വിൽ ഗെറ്റ് ആൻസർ ആസ് എന്താണ് CH3COH plus HCl KCl. ഇതാണ് നമുക്ക് കിട്ടുന്നത്. KCl ആണ്. KCl. ഓക്കെ, ഇതാണ് ജനറൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താണ് നമുക്ക് കാണേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ഇനിഷ്യലി പറഞ്ഞായിരുന്നു ഇൻഫിനിറ്റ് ഡയലൂഷൻ, കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ ഇതിൻ്റെയാണ് വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിലാണ് പറഞ്ഞത്. സോ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസ് ഇവിടെ സോ നമ്മുടെ അസറ്റിക് ആസിഡ് ആയതുകൊണ്ട് അതിൻ്റെ വീക്ക് ഇത് എഴുതുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ലാംഡ ഇൻഫിനിറ്റി ഓഫ് അസറ്റിക് ആസിഡ് ഈസ് ഈക്വൽ ടു ഇവിടെ ഈ റിയാക്ടന്റ് സൈഡിലുള്ള രണ്ടിൻ്റെയും കൂടെ എന്താണ് ആ ഒരു പർട്ടിക്കുലർ സം എടുക്കണം. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെയും മോളാർ കണ്ടക്ടിവിറ്റിയുടെ ഒരു സം എടുക്കണം. അതുപോലെ ഈ ഒരു KClൻ്റെ അതിൻ്റെ ഡിഫറൻസും എടുക്കണം. അങ്ങനെയാണ് നമുക്ക് അതിൻ്റെ വാല്യൂസ് കിട്ടുന്നത്. സോ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പം ഇവിടെ ലാംഡ ഇൻഫിനിറ്റി അറ്റ് C3COK പ്ലസ് ലാംഡ ഇൻഫിനിറ്റി HCl മൈനസ് എന്ത് KCl ലാംഡ ഇൻഫിനിറ്റി KCl. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഒരു ഫൈനൽ ആൻസർ വരുന്നത്. അതായത് ഫസ്റ്റ് നമ്മുടെ എന്തായിരുന്നു കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ എന്തായിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടു ഫൈൻഡ് ദ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്. ഓക്കെ, അത് അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ. ഇത് ഇൻഫിനിറ്റ് ഡയലൂഷൻ ആണ്, അതാണ് ഇൻഫിനിറ്റി സിമ്പിൾ കൊടുത്തിരിക്കുന്നത്. സോ ഇങ്ങനെയാണ് അതിൻ്റെ ജസ്റ്റ് ഫോർമുല വരുന്നത്. ഇനിയിപ്പം നമുക്ക് ജസ്റ്റ് ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. ജസ്റ്റ് ഒന്ന് നോക്കിയോ ലാംഡ M04 NaCl HCl ആൻഡ് സോഡിയം അസറ്റേറ്റ് ഈസ്
120, 420 and 90 more inputs. Calculate the lambda 0 for acetic acid. ഇത് ഇത്രയും അക്യുറേറ്റ് വാല്യൂ ഒന്നും വരത്തില്ല. ഇത് കുറേയൊക്കെ മൈനസ് പോയിന്റ് അങ്ങനത്തെ കുറേ ഇത് വരും. പക്ഷേ ഞാനിത് കുറച്ച് ചെയ്യാൻ എളുപ്പത്തിനാണ് ഈ ഒരു റൗണ്ട് ചെയ്തിട്ടേക്കുന്നത്. ഓക്കെ, സോ ഇവിടെ എന്താണ് ലാംഡ M0 നമ്മുടെ കണ്ടുപിടിക്കണം, അസറ്റിക് ആസിഡിനെയാണ് കണ്ടുപിടിക്കുന്നത്. സോ നമ്മൾ നേരത്തെ കണ്ടു, അതായത് റിയാക്ടൻ്റെ രണ്ടിൻ്റെ സമ്മും അതുപോലെ അപ്പുറത്തെ ഇതിൻ്റെയാണ് NaC, അവിടെ KCl ആയിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ NaCl-നെയാണ് മൈനസ് ചെയ്യേണ്ട പോകുന്നത്. സോ സിമ്പിൾ ആണ്. ആൻസർ വരുമ്പോഴത്തേക്കും ലാംഡ M0 ഓഫ് CH3COH is equal to എന്തൊക്കെ, ഇത് രണ്ടിൻ്റെയും കൂടെ സമ്മ് 420 പ്ലസ് 90 മൈനസ് 120. അത് നിങ്ങൾക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഇവിടെ 420 എന്താണ്, 420 എന്ന് പറഞ്ഞാൽ HCl ആണ്. പിന്നെ ഇവിടെ അസറ്റേറ്റിൻ്റെ പറയുമ്പോൾ 90 ആണ്. സോ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ അസറ്റേറ്റിൻ്റെ ഇതും അതുപോലെ HCl-ൻ്റെ അതും കൂടെ സമ്മും അതുപോലെ KCl വന്നപ്പോൾ മൈനസ് കാണിക്കുന്നത്. സോ ആ ഒരു രീതിയിലാണ് ഇവിടെ നിൽക്കുന്നത്. സോ ഇത് ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും? ഇത് 420 മൈനസ് 120 എന്ന് പറയുമ്പം ഒബ്വിയസ്ലി ഇറ്റ് ഈസ് 300. 390 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. 390 സെൻറ്റിമീറ്റർ സ്മോൾ. ഇത്രയാണ് നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ ലാംഡ എൻ വരുന്നത്. ഏതിൻ്റെ? വീക്ക് ഇലക്ട്രോലൈറ്റ് ആയ അസറ്റിക് ആസിഡിൻ്റെ വരുന്നത്. ഇനി സെക്കൻഡ് ആപ്ലിക്കേഷൻ ആണ്, അത് നമ്മുടെ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസ് തന്നെയാണ് പറയുന്നത്. അതായത് കാൽക്കുലേഷൻ ഓഫ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഒക്കെ അല്ലേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കാൽക്കുലേഷൻ ഓഫ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, കാൽക്കുലേഷൻ ഓഫ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. റെപ്രസെന്റിംഗ് ഇലക്ട്രോൺ ആൽഫയാണ്. സോ ആൽഫ ഈസ് ഈക്വൽ ടു എന്താണ്? ഇവിടെ ആൽഫ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ ലാംഡ എം അറ്റ് C concentration by ലാംഡ എം അറ്റ് ഇൻഫിനിറ്റി. അല്ല, ഇവിടെ ലാംഡ C അറ്റ് ഇൻഫിനിറ്റ് കോൺസെൻട്രേഷൻ. C എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അൺനോൺ കോൺസെൻട്രേഷൻ ആണ്. അതുപോലെ ഇത് M എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നോൺ ഇൻഫിനിറ്റ് ഡയറക്ഷനുള്ള ഇതാണ് വരുന്നത്. സോ ഇതാണ് സെക്കൻഡ് പോയിന്റ്. നമ്മുടെ കാൽക്കുലേഷൻ ഓഫ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കാണുന്നതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ കിട്ടിയ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ വെച്ച് നമ്മൾ എന്താണ് കാണുന്നത്? അടുത്ത നമ്മൾ ഇതിനെ കാണാൻ പോകുന്നത് C വാല്യൂ ആണ്. ഓക്കെ, സോ നിങ്ങൾക്കറിയാം C നമ്മുടെ ഇറ്റ് ഈസ് ഈക്വൽ ടു C ആൽഫ ബൈ 1 മൈനസ് ആൽഫ എന്നൊരു ഫോർമുലയുണ്ട് അല്ലേ. സോ നമ്മൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ്റെ കേസ് തന്നെയാണ് പറഞ്ഞത്. സോ അതായത് KA അല്ലെങ്കിൽ KB, അതായത് KA വാല്യൂ KB വാല്യൂ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. സോ KA വാല്യൂ ഓർ ഈക്വൽ ടു CA ബൈ 1 മൈനസ് ആൽഫ എന്ന് പറയാം. സോ എന്നിട്ട് ഇവിടെ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ ഇവിടെ ആൽഫയുടെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും C ഇൻറ്റു ലാംഡ 0C ബൈ ലാംഡ 0M ദ ഹോൾ സ്ക്വയർ അപ്പോൺ 1 മൈനസ് ലാംഡ 0C ബൈ ലാംഡ 0M. ഓക്കെ, ഇതിന് ജസ്റ്റ് കുറച്ച് ഒരു ഡെറിവേഷൻ പോലെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ C ഇൻറ്റു ലാംഡ 0C ഹോൾ സ്ക്വയർ അപ്പോൺ ലാംഡ 0M ഹോൾ സ്ക്വയർ മൈനസ് 1 മൈനസ് ഈ ഒരു വാല്യൂ ലാംഡ ഓക്കെ. എന്നിട്ട് ഇവിടെ നമുക്ക് ജസ്റ്റ് LCM ഒക്കെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും C ഇൻറ്റു ലാംഡ 0C ഹോൾ സ്ക്വയർ അപ്പോൺ ലാംഡ 0 സ്ക്വയർ ലാംഡ 0M മൈനസ് ലാംഡ 0C upon ലാംഡ 0M.
ഇവിടെ ലാംഡ എമ്മും അതുപോലെ ഒരെണ്ണം ക്യാൻസൽ ആയി പോകും. സോ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സി ഇൻറ്റു ലാംഡ 0 സ്ക്വയർ അപ്പോൾ ലാംഡ 0 എം മൈനസ് ലാംഡ 0 സി. ഇതാണ് മൂന്നാമത്തെ ഇത് നമ്മുടെ ആ ഒരു കെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യും. സോ നെക്സ്റ്റ് നാലാമത്തെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ കാൽക്കുലേഷൻ ഓഫ് നമ്മുടെ സ്പെയറിംഗ്ലി സോളിബിൾ ആയിട്ടുള്ള ചില സോൾസ് ഒക്കെ ഉണ്ട്, അതിൻ്റെ ആ ഒരു സോളിബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കാൽക്കുലേഷൻ ഓഫ് സോളിബിലിറ്റി. ഓക്കെ, സോളിബിലിറ്റി. ഇവിടെ നമ്മൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. സോളിബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? സോളിബിലിറ്റി എല്ലാവർക്കും അറിയാം, ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. സോ ഇപ്പം നമ്മളിപ്പം ഏതാണ് ഒരു മോളിക്യൂൾ കൺസിഡർ ചെയ്യുകയാണ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് MgO2+. ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? Mg2+ഉം അതുപോലെ OH 2OH മൈനസും വരും. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എസും അതുപോലെ ഇവിടെ 2s കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതിന്റെ സോളിബിലിറ്റി പ്രോഡക്റ്റ് എന്തായിരിക്കും? S ഇൻറ്റു 2s ദ ഹോൾ സ്ക്വയർ ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 4s ദ ഹോൾ ക്യൂബ് എന്ന് നമുക്ക് കിട്ടും. സോ ഇതേ സെയിം സംഭവം തന്നെ നമുക്ക് സോളിബിലിറ്റിയുടെ കേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് ലാംഡ ഈസ് ഈക്വൽ ടു K ഇൻറ്റു 1000 ബൈ എം. എം എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ, കെ എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി. അപ്പോൾ നമ്മൾ സോളിബിലിറ്റി ഇതിന് ഇത് വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും കെ ഇൻറ്റു 1000 അപ്പോൺ എസ് എന്ന് വരും. സോ എസ് ഇവിടെ നിന്ന് കിട്ടും. ഓക്കെ, സോ ഇത്രയാണ് സോളിബിലിറ്റി അല്ലെങ്കിൽ കോൾറാഷസ് ആപ്ലിക്കേഷൻസിനെ പറ്റി പറയുന്നത്. സോ അത്രയാണ് കോൾറാഷസ് ലോ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.